ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട ശബ്ദങ്ങളിൽ ഒന്നാണ് ജാനകി അമ്മയുടേത്. റേഡിയോയിലും ടി വിയിലും അവരുടെ പാട്ടുകൾ കേട്ട് വളർന്ന ഒരാളാണ് ഞാൻ. ഇന്ന് ആ മഹത്തായ ഗായികയായ എസ് ജാനകി അമ്മയുടെ ഒരു കളർ പെൻസിൽ പോർട്രേറ്റ് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഈ ചിത്രം വെറുമൊരു ഡ്രോയിങ് മാത്രമല്ല കേട്ടോ, എൻ്റെ കുട്ടിക്കാല ഓർമ്മകളോടുള്ള ചെറിയ ഒരു ആദരവ് കൂടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട ശബ്ദങ്ങളിൽ ഒന്നാണ് ജാനകി അമ്മയുടേത്. വീട്ടിൽ റേഡിയോ വെച്ചാൽ അവരുടെ ഒരു പാട്ടെങ്കിലും കേൾക്കാത്ത ഒരു ദിവസം പോലും കടന്നു പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ആ പാട്ട് പാടുന്നത് ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു എനിക്ക്. പക്ഷേ ആ ശബ്ദത്തിൻ്റെ മാധുര്യം മനസ്സിൽ പതിഞ്ഞിരുന്നു. പിന്നീട് വളർന്നപ്പോഴാണ് ആ മനോഹരമായ ശബ്ദത്തിൻ്റെ ഉടമ എസ് ജാനകി അമ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും നിമിഷങ്ങളിൽ അവരുടെ പാട്ടുകൾ എനിക്ക് കൂട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ജാനകി അമ്മയുടെ ചിത്രം വരയ്ക്കുമ്പോൾ അത് ഒരു സാധാരണ ചിത്രം മാത്രമല്ല, എൻ്റെ മനസ്സിലുള്ള ഒരു ഓർമ്മയെ കടലാസിലേക്ക് പകർത്തുന്ന ഒരനുഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം ജാനകി അമ്മയ്ക്കുള്ള എൻ്റെ ഒരു ചെറിയ സ്നേഹാദരവ് കൂടിയാണ്. അവരുടെ ഗാനങ്ങൾ പോലെ തന്നെ അവരുടെ ഓർമ്മകളും നമ്മുടെ മനസ്സിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വരച്ചത് മലയാളികളുടെ പ്രിയ ഗായിക എസ് ജാനകി അമ്മയുടേതാണ്. എസ് ജാനകി അമ്മ എന്ന പേര് ഇന്ത്യൻ സംഗീത ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത ഒരു അധ്യായമാണ്. ആയിരക്കണക്കിന് ഗാനങ്ങളിലൂടെ കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഗായിക കൂടിയാണ് ഇവർ. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ നിരവധി ഭാഷകളിൽ പാടിയ ജാനകി അമ്മയുടെ ശബ്ദം ഇന്നും സംഗീതം ആസ്വദിക്കുന്നവരുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട്. നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരം നേടിയിട്ടുണ്ടെങ്കിലും അവരുടെ ഏറ്റവും വലിയ അംഗീകാരം ആരാധകരുടെ സ്നേഹമാണ്. ജാനകി അമ്മയെ കുറിച്ചുള്ള എൻ്റെ കുട്ടിക്കാല ഓർമ്മകൾ പറഞ്ഞു തീർന്നപ്പോഴേക്കും ഏകദേശം ചിത്രം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്ര വലിയ കലാകാരിയൊന്നുമല്ല കേട്ടോ. എന്നാൽ കഴിയുന്നതാണ് ഞാൻ നിങ്ങൾക്കും പങ്കുവെക്കുന്നത്. ഇനി നമ്മൾ ഹെയർ ആണ് കേട്ടോ വരക്കുന്നത്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലുള്ള ഒഴിഞ്ഞ ഒരു ഫില്ലർ എടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ ഇതുപോലൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ വരയ്ക്കുന്നത് വൈറ്റ് കളറ് ഹെയർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കളർ ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവിടെ ആ വരച്ച ഭാഗത്ത് വൈറ്റ് ആയിട്ടും നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെയാണ് കേട്ടോ ഹെയർ വരക്കുമ്പോൾ വൈറ്റ് ഹെയർസ് ഒക്കെ നമ്മുടെ ചിത്രത്തിൽ വരുന്നത്. അങ്ങനെ ജാനകി അമ്മയുടെ പോർട്രേറ്റ് ഇവിടെ പൂർത്തിയായി. ഇവരുടെ പാട്ടുകൾ പോലെ തന്നെ അവരുടെ ഓർമ്മകളും എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇത്തരത്തിലുള്ള ഡ്രോയിങ് വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.